ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് മാർക്കറ്റിനെ കുറിച്ചും അദാനിയുമായി ബന്ധപ്പെട്ട ന്യൂസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഈ അദാനിയുമായി ബന്ധപ്പെട്ട ന്യൂസ് ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഹിൻഡർബർഗ് ഉയർത്തിയപ്പോൾ, ഒരു ആരോപണം ഉയർത്തിയപ്പോൾ അദാനിയുടെ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ സെൽ ഓഫ് വഹിക്കുകയുണ്ടായി. ആ സെൽ ഓഫിന് ശേഷം തീർത്തും അതിൽ നിന്ന് റിക്കവറി ആയി ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടി വന്നപ്പോഴാണ് സെബിയെ കുറിച്ചും അതുപോലെ സെബിയുടെ ചെയർമാനെ കുറിച്ചും അദാനിയെ കുറിച്ചും മറ്റൊരു ആരോപണമായിട്ട് ഹിൻഡർബർഗ് വരുന്നത്. അപ്പൊ ഈ ആരോപണത്തെ മാർക്കറ്റ് എങ്ങനെ കാണും എന്ന് തന്നെയാണ് ഇന്നലെ വരെ നമ്മൾ റീറ്റെയിൽ പീപ്പിൾസ് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം. അപ്പൊ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഈ ന്യൂസിന് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, അങ്ങനെ ഒരു ഇമ്പാക്ട് ഈ ന്യൂസിന് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അദാനി സ്റ്റോക്കിലൊക്കെ നല്ല രീതിയിൽ സെൽ ഓഫ് ഇന്ന് കാണാൻ സാധിച്ചേനെ. അത്തരത്തിലുള്ള സെൽ ഓഫിലേക്ക് അദാനി സ്റ്റോക്കുകൾ പോയിട്ടില്ല. നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 4%, 5% അടുത്ത് വരെയാണ് അദാനി പല സ്റ്റോക്കുകളും അദാനിയുടെ പല സ്റ്റോക്കുകളും പോയിട്ടുള്ളത്. അദാനി ഇപ്പോൾ അവറിൽ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 4 രൂപ മാറ്റം കൊടുത്തിട്ടുണ്ട്. ഗ്യാപ് ഡൗൺ ആയിട്ടാണ് സ്റ്റോക്കുകളൊക്കെ ഓപ്പൺ ആയതെങ്കിൽ പോലും മറ്റ് രീതിയിലേക്ക് വന്നപ്പോൾ ഏകദേശം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് മുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം റിക്കവറി ആയതിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അദാനി പോർട്ടിൽ ഏകദേശം 2% ഡൗൺ ക്ലോസിംഗ് തന്നിട്ടുണ്ട്. അദാനി എന്റർപ്രൈസസ് 1%, അതുപോലെ തന്നെ അദാനി ഗ്രീൻ സ്റ്റോക്ക് പോസിറ്റീവാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അദാനി എനർജി സൊല്യൂഷനിൽ ഏകദേശം 4% ഡൗൺ പോയിട്ടുണ്ട്. അദാനി വിൽമാർട്ട് 4% ഡൗണിന്, അദാനി ടോട്ടൽ ഗ്യാസിൽ 4% ഡൗൺ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അദാനി സ്റ്റോക്കുകളൊക്കെ ഇത്തരത്തിലുള്ള ഡൗൺ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നാളെ നമുക്ക് ഈ ഡൗൺ വീണ്ടും കണ്ടിന്യൂ ചെയ്യുമോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. മറ്റൊരു ചാർട്ട് കൂടെ നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഏകദേശം 20 പോയിന്റ് മാത്രമാണ് നെഗറ്റീവ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും 24,000 എന്ന് പറയുന്ന റേഞ്ചിനൊക്കെ ടച്ച് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് നാളത്തെ മാർക്കറ്റ് ഓപ്പണിങ്ങും അതുപോലെ തന്നെ നമുക്ക് നാളെ പ്രധാനമായിട്ടും വെക്കാമെന്ന ലെവലുകൾ തന്നെയാണ്. ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് 24,348 എന്ന് പറയുന്ന റേഞ്ച് പ്രധാനമായിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയാൻ സാധിക്കും. മറ്റൊരു മേഖല എന്ന് പറയുന്നത് 24,467 എന്ന് പറയുന്ന ഒരു മേഖല പ്രധാനമായിട്ടുള്ള ഒരു റേഞ്ച് തന്നെയാണ്, റെസിസ്റ്റൻസ് റേഞ്ച് തന്നെയാണ്. നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കഴിഞ്ഞ കാലത്തെ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുള്ള ഒരു ലെവൽ തന്നെയാണത് ഈ ഒരു ലെവൽ. അതുപോലെ തന്നെ നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് ചാർട്ടുകൾ പരിശോധിക്കുമ്പോൾ 24,500 എന്ന് പറഞ്ഞ സൈക്കോളജിക്കൽ ലെവലാണ്. ആ ലെവലിലും പ്രധാനമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. സെല്ലേഴ്സ് വരാനുള്ള സാധ്യത ഉള്ള ഒരു ലെവൽ തന്നെയാണ് 24,500 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെവലിലൊക്കെ നിഫ്റ്റി റെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് സപ്പോർട്ട് ലെവലുകൾ പരിശോധിക്കുകയാണെങ്കിൽ 24,169 എന്ന് പറയുന്ന ലെവല് പ്രധാനമായിട്ടുള്ള സപ്പോർട്ടാണ്. കഴിഞ്ഞ കാലങ്ങളിലെയും നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സപ്പോർട്ട് എടുത്തിട്ടുള്ള ഒരു ലെവൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിനുള്ളിൽ ആയിരിക്കും മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ സാധ്യത. ഏകദേശം മുകളിലേക്ക് പോകാനാണ് സാധ്യത. അപ്പോൾ 24,500 എന്ന് പറയുന്ന ഒരു റേഞ്ച് നമുക്ക് ഒരു നെക്സ്റ്റ് ടാർഗറ്റ് ആയിട്ട് വെക്കാൻ സാധിക്കും. അതിനെയൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 24,556 എന്ന് പറയുന്ന ലെവലും വെക്കാൻ സാധിക്കും. അപ്പോൾ ഈ ലെവലുകളൊക്കെ നാളെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക.